നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 4 മാസം മുമ്പ് അന്തരിച്ച വ്യവസായ പ്രമുഖൻ രത്തൻ ടാറ്റയുടെ വിൽപത്രത്തെക്കുറിച്ചാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളടക്കം ചർച്ച. തന്റെ വിൽപത്രത്തിൽ 500 കോടി രൂപ രത്തൻ ടാറ്റ മാറ്റിവെച്ച മോഹിനി മോഹൻ ദത്ത ആരാണെന്നാണ് എല്ലാവരും അന്വേഷിക്കുന്നത്. 2024 ഒക്ടോബറിൽ അന്തരിക്കുന്നതിന് മുന്നോടിയായി രത്തൻ തയ്യാറാക്കിയ വിൽപത്രത്തിന്റെ മുന്നിൽ ഒരു ഭാഗം 74-കാരനായ മോഹിനി മോഹൻ ദത്തയ്ക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ടാറ്റ കുടുംബത്തിനോ രത്തൻ ടാറ്റയുടെ അടുപ്പക്കാർക്കോ പോലും അധികം അറിയില്ല മോഹിനി മോഹൻ ദത്തയെ. ആരാണ് മോഹിനി മോഹൻ ദത്ത? തനിക്ക് 24 വയസ്സുള്ളപ്പോഴാണ് ജംഷഡ്പൂരിൽ ഡിലേസ് ഹോസ്റ്റലിൽ വെച്ച് രത്തൻ ടാറ്റയെ ആദ്യമായി കണ്ടത്. മോഹിനി മോഹൻ ദത്ത പറഞ്ഞു. ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ജംഷഡ്പൂർ കേന്ദ്രമായുള്ള വ്യവസായ സംരംഭകനായ മോഹിനി മോഹൻ ദത്ത സ്റ്റാലിയൻ ട്രാവൽ ഏജൻസി സഹസ്ഥാപകനാണ്. സ്റ്റാലിയൻ പിന്നീട് ടാറ്റ സർവീസിന്റെ ഭാഗമായി മാറി. ലയനത്തിന് മുൻപ് ദത്തയ്ക്ക് 80% ഓഹരിയും ടാറ്റ ഇൻഡസ്ട്രീസിന് 20% ഓഹരിയും ആണ് ഉണ്ടായിരുന്നത്. ടാറ്റ കുടുംബത്തോട് എപ്പോഴും അടുത്തിടപഴകിയിരുന്ന വ്യക്തിയാണ് താനെന്ന് ദത്ത പറയുന്നു. രത്തൻ എന്നെ വളരെയേറെ സഹായിച്ചു, എന്നെ വ്യവസായ മേഖലയിൽ വളർത്തിയെന്നാണ് മോഹിനി മോഹൻ ദത്ത ഓർത്തെടുക്കുന്നത്. ഇങ്ങനെ രത്തൻ ടാറ്റയുമായി 6 പതിറ്റാണ്ട് കാലത്തെ അടുപ്പമുണ്ട് ദത്തയ്ക്ക് എന്നാണ് കരുതപ്പെടുന്നത്. ഡിസംബറിൽ മുംബൈയിൽ നടന്ന രത്തൻ ടാറ്റയുടെ ജന്മവാർഷികാഘോഷത്തിൽ ദത്ത പങ്കെടുത്തിരുന്നു. ദത്തയുടെ 2 പെൺമക്കളിൽ ഒരാൾ താജ് ഹോട്ടലിലും പിന്നീട് ടാറ്റ ട്രസ്റ്റിലും 9 കൊല്ലത്തോളം ജോലി ചെയ്തിട്ടുണ്ട്. ഒസ്യത്ത് പ്രകാരം ദത്തയ്ക്ക് ലഭിക്കുന്ന 500 കോടി രൂപയിൽ 350 കോടിയിലധികം രൂപയുടേത് ബാങ്ക് നിക്ഷേപമാണ്. പെയിന്റിങ്ങുകൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ വസ്തുക്കൾ ലേലത്തിൽ വിറ്റ് ലഭിക്കുന്ന തുകയും 74-കാരനായ ദത്തയ്ക്ക് ലഭിക്കും. രത്തന്റെ സ്വത്തിൽ അവശേഷിക്കുന്ന 2 ഭാഗം അർദ്ധ സഹോദരിമാരായ ഷിരീനും ഡിയാനോയ്ക്കുമാണ് ലഭിക്കുക. തന്റെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റായിരുന്ന ശാന്തനു നായിഡുവിനും രത്തൻ ഒരു ഭാഗം സ്വത്ത് നീക്കിവെച്ചിരുന്നു. തന്റെ വളർത്തുനായയുടെ ടിറ്റോയുടെ ജീവിതകാലത്തേക്കുള്ള സംരക്ഷണത്തിനും തുക നീക്കിവെച്ചു. ടാറ്റ സൺസിലെ ഓഹരികൾ രത്തൻ ടാറ്റ എൻഡോമെന്റ് ട്രസ്റ്റിലേക്ക് മാറ്റിയിരുന്നു. അലിബാഗിലെ ബീച്ച് ബംഗ്ലാവ്, ജൂഹുവിലെ 2 നില കെട്ടിടം, 350 കോടിയിലേറെ സ്ഥിര നിക്ഷേപം, ടാറ്റ സൺസ് ഓഹരി എന്നിവയെല്ലാം രത്തൻ ടാറ്റയുടെ ഓഹരികളിൽ ഉൾപ്പെടുന്നുണ്ട്. ഹൈക്കോടതിയുടെ അംഗീകാരത്തോടെ മാത്രമേ വിൽപത്രം നടപ്പാക്കൂ. നടപടിക്രമങ്ങൾക്കായി ഏകദേശം 6 മാസത്തോളം എടുത്തേക്കും. അതേപോലെ ഇന്ത്യൻ വ്യവസായ ലോകത്തെ വൻപതിൽ വിട പറഞ്ഞ രത്തൻ ടാറ്റയുടെ അടുത്ത സുഹൃത്തെന്ന പേരിൽ പ്രശസ്തനായ വ്യക്തിയാണ് ശാന്തനു നായിഡു. രത്തന്റെ അന്ത്യയാത്രയിൽ വെള്ളവസ്ത്രമണിഞ്ഞാണ് അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന ശാന്തനു. ഇപ്പോഴത്തെ ടാറ്റയിൽ പുതിയ പദവിയിലെത്തിയ കാര്യം ലിങ്ക്ഡിനിലൂടെ അറിയിച്ചിരിക്കുകയാണ്. ടാറ്റ മോട്ടോഴ്സിൽ ജനറൽ മാനേജരും സ്ട്രാറ്റജിക് ഇനീഷ്യേറ്റീവ്സിന്റെ തലവനുമായാണ് ശാന്തനുവിന്റെ നിയമനം. തന്റെ പിതാവ് ടാറ്റ മോട്ടോഴ്സ് പ്ലാന്റിൽ നിന്ന് വെള്ള ഷർട്ടും നേവി പ്ലാന്റും ധരിച്ച് വീട്ടിലേക്ക് നടന്നു പോകുന്നത് താൻ ഓർക്കുന്നുവെന്നും താൻ ജനാലക്കരികിൽ അദ്ദേഹത്തിനായി കാത്തിരിക്കുകയെന്നതും ഇപ്പോഴിതാ താനും ടാറ്റ മോട്ടോഴ്സിന്റെ ഭാഗമായി മാറിയിരിക്കുന്നതെന്നും ശാന്തനു കുറിച്ചിരുന്നു.